അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു യൂസുഫിൽ ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന വഅഅതദത് ലഹുന്ന മുത്തകഅ വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന വഖാലത് ഉഖ്റുജ് അലൈഹിന്ന ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുൻ വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. ഇതുവരെയാണ് അല്ലേ മനസ്സിലാക്കി പഠിച്ചു. അതിൽ സ്ത്രീകൾ വാക്കാൽ ഒരു തന്ത്രം അസീസിൻ്റെ ഭാര്യയോട് ചെയ്തപ്പോൾ പ്രവൃത്തിയാലൊരു തന്ത്രം അസീസിൻ്റെ ഭാര്യ അവരോട് അങ്ങോട്ട് ചെയ്താണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ആ തന്ത്രത്തിൽ അവർ വിജയിച്ചു. അസീസിൻ്റെ ഭാര്യ വിജയിച്ചു. അവർക്ക് ഭയങ്കര ആർത്തിയുണ്ട്, അവർക്ക് ഭയങ്കര ധിഷണിയുണ്ട്, ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ആ സ്ത്രീകളുടെ മുമ്പിൽ അവർ ഈ അടവ് പ്രയോഗിച്ചിട്ട് അവർ ജയിച്ചത്. ഈ സ്ത്രീകൾ ഉണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് ഒരു റൂമിൽ നിന്ന് ഇറങ്ങി പ്രവേശിച്ചു. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന. ഖത്തഅന ഐദിയഹുന്ന എന്നുണ്ടെങ്കിൽ കൈ മുറിച്ചു എന്നുള്ളതല്ല, പിന്നെയോ ആ മുറി നന്നായി മുറിച്ചു എന്നുള്ളതാണ് ഖത്തഅന ഐദിയഹുന്ന എന്ന് പറയുന്നത്. എന്നിട്ട് വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഹാശ ലില്ലാഹ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ ഉള്ളൊരു പ്രയോഗമാണ് ഇവിടെ ഹാശ ലില്ലാഹ് എന്നുള്ളത്. മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം എന്നവർ പറഞ്ഞു. ഇവിടെ ഖാലത്ത് ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീഹി. ഖാലത്ത് ഈ സന്ദർഭത്തിൽ അസീസിൻ്റെ ഭാര്യ പറഞ്ഞു ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീഹി. ഈ ഫദാലി ഫൗൽ ഫസീഹാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ ദർശിച്ചല്ലോ. ആ ഒരു വിഷയത്തെ എടുത്തിട്ട് ദാലികുന്ന എന്നുള്ളത് അവിടെ ഇസ്മുൽ ഇഷാറയാണ്, അത് അവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ദാലികുന്ന അല്ലദീ ലുംതുന്നനി ഫീഹി. ദാലികുന്ന ഈ വ്യക്തിയാണ്, അല്ലദീ എങ്ങനെയുള്ളവൻ, ലുംതുന്നനി ഫീഹി. ലുംതുന്ന ലാമ എന്നതിൽ നിന്നാണ്. ലാമ എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചു. ലുംതുന്ന നിങ്ങൾ സ്ത്രീകൾ ആക്ഷേപിച്ചു. ഇതെങ്ങനെ ലുംതുന്ന വരുന്നത്? ലാമ ലാമ ലാമു ലാമത്ത് ലാമത ലുംന ലുംത ലുംതുമ ലുംതും നിങ്ങൾ കുറേ പുരുഷന്മാർ ആക്ഷേപിച്ചു. ലുംതി നീ ഒരു പെണ്ണ് ആക്ഷേപിച്ചു. ലുംതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ ആക്ഷേപിച്ചു. ലുംതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി. അതാണ് ലുംതുന്ന നിങ്ങൾ കുറ്റപ്പെടുത്തി. നീ എന്നെ ഫീഹി ഫീഹി എന്നാണ് ഫീഹി അയാളുടെ വിഷയത്തിൽ അപ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയ വ്യക്തി, ആ വ്യക്തിയാകുന്നു ദാലികുന്ന ഈ യൂസുഫ് എന്ന് പറയണം. ഖാലത്ത് അസീസിൻ്റെ ഭാര്യ പറഞ്ഞു ഫദാലികുൻ. ഈ ദാ എന്നുള്ളത് മാത്രമേ ഇസ്മുൽ ഇഷാറ. കുന്ന എന്നുള്ളത് ആരെ ചൂണ്ടിയാണോ ഇത് പറയുന്നത് അവരെ അഭിസംബോധന ചെയ്യണതാണ്. മനസ്സിലായോ? ഇതിൽ ഓരോന്നിനും ഓരോ ധർമ്മങ്ങളാണ്. യൂസുഫിനെ ചൂണ്ടിയിട്ട് ഇഷാർത്ത് ചെയ്തിട്ട് ഈ സ്ത്രീ പറയാണ് ദാലിക ആ യൂസുഫ് അല്ലത് എങ്ങനെയുള്ളവനാണവൻ, ലുംതുന്നനി നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി ഫീഹി അവൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഏതൊരുവൻ്റെ വിഷയത്തിലാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത്, ആക്ഷേപിച്ചത്, ആ യൂസുഫാണ് ഇത് എന്ന് ആ യൂസുഫിനെ അനുഭവിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് സ്ത്രീ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഈ സ്ത്രീകൾ യൂസുഫിനെ കണ്ട് കൈ മുറിച്ചല്ലോ, നന്നായി മുറിച്ചു. എന്നിട്ട് അവർ പറയുകയും ചെയ്തു ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. അപ്പോൾ അസീസിൻ്റെ ഭാര്യയാണ് ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീഹി. നിങ്ങളെന്നെ കുറ്റപ്പെടുത്തിയ വ്യക്തി ആരാണോ അതാണ് ഈ യൂസുഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷ ഈ യൂസുഫിനോടൊപ്പമാണ് ഞാൻ ഈ കൊട്ടാരത്തിൽ രാവും പകലും പ്രഭാത പ്രദോഷങ്ങളിലൊക്കെ യൂസുഫിൻ്റെ കൂടെയാണ്, ഈ കൊട്ടാരത്തിലാണ് അയാളുള്ളത്.
നിങ്ങൾ ഒരു നിമിഷമേ കണ്ടിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് നിങ്ങൾ കൈ മുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഈ യൂസുഫിനോടൊത്ത് ഈ കൊട്ടാരത്തിൽ, അതും അസീസ് എപ്പോഴും പുറത്താണ്, കൊട്ടാരത്തിൽ യൂസുഫിനോടൊത്ത് ഞാൻ എങ്ങനെ എന്നുള്ളത് വായിക്കാനാണ് അവരുടെ ഈ വർത്താനം. ഫദാലിക്കുന്നല്ലതീലും തുന്നനീഫി, ഇതൊരു പ്രയോഗം കൂടിയാണിത്. പിന്നീട് ഇതൊരു പ്രയോഗമായി മാറി. ഇപ്പോൾ ആരെങ്കിലും ഒരു വിഷയത്തിൽ കുറ്റപ്പെടുത്തി, എന്നിട്ട് ആ വിഷയം ആ കുറ്റപ്പെടുത്തിയ ആളുകൾക്ക് ഭവിക്കുമ്പോൾ ആളുകൾ പറയും ഫദാലിക്കുന്നല്ലതീലും തുന്നനീഫി എന്ന്. ഇതൊരു ഒരു പ്രയോഗമായി മാറിയിട്ടുണ്ട്, ഒരു ഉപമയെന്നോണം. കാലത്ത് ഫദാലിക്കുന്നല്ലതീലും തുന്നനീഫി. എന്നിട്ട് ഇവർ അസീസിൻ്റെ ഭാര്യ പറയാണ് വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം. വലഖദ് എന്ന് പറഞ്ഞാൽ വല്ലാഹി ലഖദ്, അള്ളാഹുവാണേ തീർച്ചയായും റാവത്തുഹു അൻ നഫ്സിഹി. ഉണ്ടോ? റാവത്തുഹു, ഞാനാണ് യൂസുഫിനെ ഭാവിച്ചത്, ഉദ്ദേശിച്ചത്. അൻ നഫ്സിഹി, യൂസുഫിൻ്റെ നഫ്സിന് വിസമ്മതമായിട്ടും യൂസുഫിനെ കിട്ടാൻ, യൂസുഫിനെ ലഭിക്കാൻ, യൂസുഫിൻ്റെ വിസമ്മതത്തോടൊപ്പം ഞാനാണ് ഉദ്ദേശിച്ചത്, ഞാനാണ് യൂസുഫിനെ വശീകരിച്ചത്. ഇത് അവർ സത്യം ചെയ്ത് പറയാണ്. വല്ലാഹി എന്നാണ് ഇവിടെ ലാമ്, വല്ലാഹി എന്നുള്ളതിനെയാണ് അറിയിക്കുന്നത്. വല്ലാഹി ലഖദ് റാവത്തുഹു, യൂസുഫിനെ അള്ളാഹുവാണ് ഞാനാണ് വശീകരിച്ചത്, ഞാനാണ് ഉദ്ദേശിച്ചത്. അൻ നഫ്സിഹി എന്നൊക്കെ നമുക്ക് വന്നാണ് ഈ പ്രയോഗമൊക്കെ, അൻ നഫ്സിഹി. പക്ഷേ ഫസ്തഅസം ഫ എന്ന് പറഞ്ഞാൽ അതും ഫൗൽ ഫസിഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വശീകരിച്ചിട്ട് കൂടി ഇസ്തഅസം എന്ന് പറഞ്ഞാൽ അസമ എന്നതിൽ നിന്നാണ്, അസമ അതിൽ നിന്നാണ് ഇസ്തഅസമ. അസമ ലാ ആസിമൽ യൗമിൻ അംരില്ല എന്നല്ലേ, ലാ ആസിമൽ യൗമിൻ അംരില്ല എവിടെ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ തിരമാലകളൊക്കെ ഇങ്ങനെ വരികയല്ലേ, അപ്പോൾ ആ സമയം മകനെ വിളിക്കുകയാണ്, യാ ബുനയ്യ ഇർകം മഅനാ, മകനെ കപ്പലിലേക്ക്. അപ്പോൾ ഞാൻ മലയിൽ കയറി രക്ഷപ്പെട്ടോളാം എന്നൊക്കെ പറയുമ്പോൾ ലാ ആസിമൽ യൗമിൻ അംരില്ല, അള്ളാഹിൻ്റെ കൽപ്പനയാണ്, ഇതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുത്താൻ ആരുമില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇതാണ് ഇസ്തഅസമ. അസമ എന്നുണ്ടെങ്കിൽ തടയുക, വിസമ്മതിക്കുക, വിലങ്ങുക എന്നൊക്കെയാണ് അർത്ഥം അസമ. പക്ഷെ അതിൽ ഇസ്തഅസമുണ്ട്, ഇസ്തജാബ എന്നൊക്കെ പറയും പോലെ ശക്തമായി വിലങ്ങി, ശക്തമായി തടഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്തഅസം ഊക്കിൽ തടഞ്ഞു. നോക്കി ഈ സ്ത്രീ ഇവിടെ പറയുന്നത് വല്ലാഹി ലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, അള്ളാഹുവാണ് ഞാൻ യൂസുഫിൻ്റെ വിസമ്മതം ഉള്ളതോടൊപ്പം യൂസുഫിനെ ഞാനാണ് ഉദ്ദേശിച്ചത്, ഞാനാണ് വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഫസ്തഅസം, എന്നിട്ടും യൂസുഫ് എന്ത് ചെയ്തു? ഇസ്തഅസം വിസമ്മതിച്ചു, നന്നായി തടഞ്ഞു, പ്രതിരോധിച്ചു. യൂസുഫ് കൂട്ടാക്കിയില്ല എന്നർത്ഥം. അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗം തെരഞ്ഞു, അന്വേഷിച്ചു എന്ന അർത്ഥവും വന്നിട്ടുണ്ട്. ഇസ്തഅസം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള മാർഗം അന്വേഷിച്ചു എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ സ്ത്രീ കുറ്റസമ്മതം നടത്തുകയാണ്. യൂസുഫ് കുറ്റക്കാരനല്ല, ഞാനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത്. ഫസ്തഅസം, യൂസുഫ് നന്നായി അതിൽ നിന്ന് എന്ത് ചെയ്തു? എന്നെ തടഞ്ഞു, എന്നെ പ്രതിരോധിച്ചു. ഇവിടെ ഇസ്തഅസം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതായത് ഇവർ യജമാനത്തിയാണ് അല്ലേ, യജമാനത്തിയാണ്, ആജ്ഞാ സ്വഭാവമുള്ള ആ പ്രകൃതിയുള്ള സ്ത്രീയാണ്. കാരണം ഇനി ഇവരുടെ ഈ ഇതിൻ്റെ തുടർച്ചയിൽ വരും. ഭർത്താവിനെ പോലും 37 വരുതിയിൽ നിർത്തുന്നത്. 37 എന്ത് വിധിക്കുന്നുവോ ആ വിധി നൽകാൻ ഭർത്താവ് നിർബന്ധിതനാണ്. ആ രീതിയിൽ ഊക്കുള്ള സ്ത്രീയാണത്. പിന്നെ അവർ നല്ല ശാരീരിക കാന്തിയുണ്ട്, സ്ഥാനമാനമുണ്ട്. ഇതൊക്കെ ആയിട്ടും അങ്ങനെയുള്ള ഞാൻ വശീകരിക്കാൻ ശ്രമിച്ചിട്ടും ഫസ്തഅസം എന്നാണ്. യൂസുഫ് പറ്റെ എന്ത് ചെയ്തു? എന്നെ തടയാണ് ചെയ്തത്, ശക്തമായ ഊക്കിൽ തടയുകയാണ് ചെയ്തത്. കുറ്റം അദ്ദേഹം ഉദ്ദേശിച്ചില്ല. ഇതാണ് സ്ത്രീ പറയുന്നത്. ഇവിടെ നോക്കി നമ്മൾ തഫ്സീറുകളിൽ പറഞ്ഞില്ലേ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കുറേ തഫ്സീർ വന്നു പറഞ്ഞ ഈ വിഷയത്തിൽ. അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ പെണ്ണിനെ ഭാവിച്ചു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീയുടെ അടുക്കൽ ഇരുന്നു,
വസ്ത്രമൂരാൻ ഭാവിച്ചു, അപ്പോഴാണ് ഇത് കണ്ടത് എന്നൊക്കെ പറഞ്ഞില്ലേ, റബ്ബിൽ നിന്നുള്ള ബുർഹാൻ കണ്ടത്, അങ്ങനെയാണ് വിട്ടതെന്നൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ മഹാ തെറ്റാണ് എന്നുള്ളതിന് തെളിവാണ് ഈ നോക്കിയേ ഇതിൽ. പിന്നെ ഈ സ്ത്രീയുടെ കുറ്റസമ്മതമാണിത്, യൂസുഫ് ഉദ്ദേശിച്ചിട്ടില്ല. ഫസ്താസർ ഞാൻ ഉദ്ദേശിച്ചു, പക്ഷേ യൂസുഫ് സമ്മതിച്ചില്ല, കഴിയുന്ന ഊക്കിൽ വിസമ്മതിക്കുകയാണ് ചെയ്തത്, തടയുകയാണ് ചെയ്തത് എന്ന് ഈ സ്ത്രീ പറയാണ്. എന്നിട്ടും തഫ്സീറുകളിൽ യൂസുഫ് തെറ്റുദ്ദേശിച്ചു എന്ന് വരികയാണ്. ചില തഫ്സീറുകളിൽ അങ്ങനത്തെ ചില പ്രയോഗങ്ങൾ അതിഭയങ്കരമായ ഒരു പിന്നെ എന്താ പറയുക, ഒരു പിന്നെ മോശകരമായ ചില നിലപാടുകൾ ചില തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. അപ്പം സൈനബ് റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച വിഷയം വായിക്കുമ്പോൾ ഇതേപോലെ സൈനബിൻ്റെ ഭാര്യ ആര്യ ആദ്യം ഭർത്താവ് ആരാ? സെയ്ദ് ബിൻ ഹാരിസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് എന്ന പിന്നെ മഹദിയെ അവർ ശരിക്കും സൈനബ് ബിൻത് ജഹ്ഷ് അൽ അസദിയെയാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10ാമത്തെ 11ാമത്തെ ഉപ്പമാരോട് കണ്ണി ചേരുന്ന ജഹ്ഷ് ബിൻ റിആബ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകളാണ് സൈനബ്. റസൂലുള്ളാഹിൻ്റെ വലിയ അമ്മായി, പാപ്പാൻ്റെ പെങ്ങൾ ഉമൈമ എന്നിവരുടെ മകളാണ് സൈനബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ് സൈനബിനെ. ഒരു വീട്ടിലെന്ന പോലെയാണ് സൈനബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നത്. പക്ഷേ തഫ്സീറുകളിൽ റസൂലുള്ളാഹി സെയ്ദിനെ കൊണ്ട് സൈനബിനെ കല്യാണം കഴിപ്പിച്ചതിന് എന്തിനാ? അന്ന് പിന്നെ സ്വതന്ത്രർ, പിന്നെ മൗലന്മാർ, പിന്നെ അടിമകൾ, ഇങ്ങനെ 3 തട്ട സമൂഹത്തിൽ. മൗല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമ തന്നെയാണ്, പക്ഷേ മോചനം നൽകപ്പെട്ട അടിമയാണ്. സെയ്ദ് റളിയല്ലാഹു തആല മോചിതനായ അടിമ ആയതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലയാണ്. അപ്പോൾ ഈ മൗല സ്വതന്ത്രൻ ഈ ഒരു സാമൂഹിക അകലം അതില്ലാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി എന്ത് ചെയ്താണ്? ഈ കല്യാണം നടത്തിയാണ്, സെയ്ദിനെ കൊണ്ട് കല്യാണം. സെയ്ദിനെ വിവാഹം അന്വേഷിക്കുമ്പോൾ തന്നെ സൈനബ് പറയുന്നുണ്ട്, റസൂലെ അത് എനിക്ക് ഒക്കൂല എന്ന് പറയുന്നുണ്ട്, സമ്മതിക്കണില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സെയ്ദിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വമകാന ലിമുഅ്മിനി വലാ ലിമുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹി എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സെലക്ട് ചെയ്തപ്പോൾ സൈനബ് സമ്മതിക്കുകയാണ് ചെയ്തത്. 1 വർഷം ആ ബന്ധം ഏകദേശം തുടർന്നിട്ടുണ്ട്. പക്ഷേ സെയ്ദും സൈനബും ഒരിക്കലും എന്ത് ചെയ്യണില്ല, ഒത്തുപോകണില്ല. സൈനബ് സമ്മതിക്കണമില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അത് വിവാഹമോചനത്തിൽ കലാശിക്കുന്നത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ തഫ്സീറുകളിൽ കാണുന്നത് എന്താ, ഒരിക്കൽ സെയ്ദ് വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ സൈനബിനെ റസൂലുള്ളാഹി കണ്ടു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാന മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞു എന്നാണ്. സുബ്ഹാന മുഖല്ലിബൽ ഖുലൂബ് എന്നാണ് ഹൃദയങ്ങൾ മാറ്റി മറിക്കുന്ന അള്ളാഹുവെ നീ പരിശുദ്ധ, നിൻ്റെ പരിശുദ്ധയെ ഞാൻ വായിത്തുന്നതാണ്. ഇത് സൈനബ് കേൾക്കുകയും സെയ്ദ് വന്നപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ടപ്പോൾ സുബ്ഹാന മുഖല്ലിബൽ ഖുലൂബ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സൈനബിനോട് പറഞ്ഞു, പിന്നെ ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്യുകയാണ്, റസൂലുള്ളാഹിക്ക് വിവാഹം കഴിക്കാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വിവാഹമോചനം നടന്നൊക്കെ തഫ്സീറുകളിൽ. യഥാർത്ഥത്തിൽ സൈനബിനെ ചെറുപ്പം മുതൽ കാണുന്ന ആളാണ് ആര്? അന്ന് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നത് പിന്നെ ഇതിന് ശേഷമാണ്, ഈ സംഭവത്തിന് ശേഷമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറയില്ലാതെ സൈനബിനെ കണ്ട അമ്മായിയുടെ മകളാണ്. അപ്പം ആ ഒരു പിന്നെ യാഥാർത്ഥ്യത്തെ പോലും ഉൾക്കൊള്ളാതെയാണ് ചില തഫ്സീറുകളിൽ എന്ത് ചെയ്തിട്ട് ഇത്തരം ഈ ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ നൽകിയിട്ടുള്ളത്. അതിൽപ്പെട്ടാണ് ഇപ്പോൾ ഇത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന നബി എത്ര വിശുദ്ധനായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ ഘോഷിക്കാനാണ് ഈ ഒരു ചരിത്രം തന്നെ കാര്യമായിട്ട് വരുന്നത്. അവിടെ യൂസുഫ് ആ പെണ്ണിനെ പ്രാപിക്കാൻ ഉദ്ദേശിച്ചു, അവരുടെ അടുക്കൽ ഇരുന്നു, വസ്ത്രം മുരിയാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള ഭയങ്കര നിവേദനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അതൊക്കെ ശരിക്കും വ്യാജമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ മഹദിയുടെ ഈ സാക്ഷിയാണ്. വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം, ഞാൻ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അൻ നഫ്സിഹി, യൂസുഫ് ഒരിക്കലും അതിന് സമ്മതിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ യജമാനത്തിയാണ്, എനിക്ക് കൽപ്പന സ്വരമുണ്ട്, ഞാൻ കുലീനയാണ്, ഞാൻ
പിന്നെ സമ്പന്നയാണ്, എന്നിട്ടും ഇസ്താസം യൂസുഫ് ഊക്കിൽ തടയുകയാണ് ഉണ്ടായത്, വിലങ്ങുകയാണ് ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. ഇനി ഈ സ്ത്രീ പറയുന്നത് വല ഇല്ലം യഫ്അൽ മാ ആമുറുഹു ലയുസ്ജനൻ വലയകൂന മിനസ് സാഗിരീൻ. എന്താ വല ഇല്ലം യഫ്അൽ മാ ആമുറുഹു, വലയിൻ എന്നാണ് എന്താ ഇവിടെ വല്ലാഹി ലൈൻ എന്നാണ്. ലം യഫ്അൽ അവൻ ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹുവാണേ അവൻ ചെയ്തില്ല എങ്കിൽ, ഇനി എന്നുള്ളത് ഷർത്താണത്, ലാ സത്യത്തെ ഖസമിനെ അറിയിക്കാൻ. വല്ലാഹി ലൈൻ ലം യഫ്അൽ യൂസുഫ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് മാ ആമുറുഹു, മാ ആമുറുഹു മാ ആമുറു, ആമുറു എന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പിക്കുന്നു, ആമുറുഹു ഞാൻ അവനോട് കൽപ്പിക്കുന്നു. അതിന് മുന്നിൽ മാ വന്നു, മാ മൗസൂല. മാ ആമുറു എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് കൽപ്പിക്കുന്നതെല്ലാം, ഞാൻ അവനോട് കൽപ്പിക്കുന്നതെല്ലാം അവൻ ചെയ്തിട്ടില്ല എങ്കിൽ ലയുസ്ജനൻ. ദ ലയുസ്ജനൻ, അവിടെ ല പിന്നെ യുസ്ജൻ. യുസ്ജൻ എന്നുള്ള ഇത് സിജിനിൽ നിന്ന് വന്നാണ്. ദ സിജിൻ ജയിൽ. യുസ്ജനൻ യുസ്ജൻ, പിന്നെ അവിടെ നൂനുണ്ട്. യുസ്ജൻ എന്ന് പറഞ്ഞാൽ അവൻ ജയിലിൽ അടക്കപ്പെടും. ലൈ യുസ്ജൻ എന്ന് പറഞ്ഞാൽ അവൻ ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ അതൊന്നും കൂടി ശക്തി കൂട്ടാനാണ് അന്ന വന്നത്. ലൈ യുസ്ജനന്ന, തീർച്ചയായും അവൻ സിജിനിൽ തുടങ്കലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും. ആണയിട്ടാണ് പറയുന്നത്. ഉണ്ടോ ലയുസ്ജനൻ. അതും ഈ നൂനുണ്ടല്ലോ, രണ്ട് നൂനുണ്ട് തൗക്കീദിന്. ഒന്ന് സഖീലത്തിൻ്റെ നൂന് എന്ന് പറയും, അതാണ് ഈ നൂന്, നമ്മളിപ്പോൾ പറഞ്ഞ നൂന്. ഇനി ഒരു നൂന് എന്താണ്, അത് ഖഫീഫത്തിൻ്റെ നൂന്ന് അറിയും. അതാണ് ഇവിടെ വലയകൂനൻ എന്നുള്ളിടത്തുള്ളത്. ലയുസ്ജനൻ യൂസുഫ് ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും. വലയകൂനൻ അവൻ ആയിത്തീരുകയും ചെയ്യും. വലയകൂനൻ അവിടെ നൻ എന്നാണ് കേട്ടോ, ഇങ്ങനെ നൻ എന്നാണ്. പക്ഷെ അത് വിശുദ്ധ ഖുർആൻ്റെ ലിപിയിൽ തൻവീനായിട്ട് വലയകൂനൻ ഇങ്ങനെ. ശരിക്കും തൻവീൻ എവിടെ വരില്ല, തൻവീന് ക്രിയകളിൽ വരില്ല. ഇത് ക്രിയയാണോ അതോ ഇസ്മാണോ? ക്രിയയാണ്. ഫെയിലൊരിക്കലും തൻവീന് വരില്ല. തൻവീന് ഇസ്മിന് പ്രത്യേകതയാണ്. അൽഫിയയിൽ കാണാം ബിൽജർരി വത്തൻവീനി വന്നിദാ വഅൽ വമുസ്നദിൽ ഇസ്മി തമീസുൻ ഹസൽ ബിൽജറ് ജറ്. അതേപോലെ തന്നെ ബിൽജർരി വത്തൻവീൻ തൻവീന്. അതേപോലെ നിദ യാ മുഹമ്മദ് എന്നുള്ള യാ നിദ വഅൽ അൽഫ്ലാം. ഇതൊക്കെ ആർക്കാ? ഇസ്മിനാണ്. വമുസ്നദിൻ ലിൽ ഇസ്മി തമീസുൻ ഹസൽ എന്നാണ്. ഇതൊക്കെ ഇസ്മിലേ വരുള്ളൂ. പക്ഷേ ഇവിടെ നോക്കി നിങ്ങൾ തൻവീൻ ആരില വന്നത്? ഫിഇലിലാണ് വന്നത്. അത് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ എഴുതുമ്പോൾ ആ എഴുത്തിന് ചില പ്രത്യേകതകളുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ എഴുത്തിന് അത് വിശുദ്ധ ഖുർആൻ്റെ മാത്രം പ്രത്യേകതയാണ്. ചിലയിടത്ത് അലിഫ് വരും, അവിടെ അലിഫ് ഉച്ചരിക്കൂല. ചിലയിടത്ത് ഇപ്പോൾ സ്വലാത്ത് നെയ്ത്, എങ്ങനെ സലാത്ത് നെയ്ത് അങ്ങനെയല്ല ഇത് സലാത്ത് ഇങ്ങനെ എഴുതും. ഇത് നമ്മൾ സാധാരണ എഴുതാണെങ്കിൽ എന്ത് വായിക്കുക? സലവാത്ത് എന്നാണ് വായിക്കുക. പക്ഷേ വിശുദ്ധ ഖുർആനിൽ സലാത്തിനെ വായിക്കുള്ളൂ. കാരണം ഈ വാവ് എഴുത്തിലേ ഉണ്ടാവുള്ളൂ, ഉച്ചാരണത്തിൽ. അത് വിശുദ്ധ ഖുർആൻ്റെ എഴുത്തിൽ ഉള്ള ഒരു പ്രത്യേകതയാണത്. വിശുദ്ധ ഖുർആൻ്റെ ലിപികൾ അത് പിന്നെ പകർത്തുന്നിടത്തുള്ള പ്രത്യേകതയാണ് ഇത്. അതൊക്കെ അതുപോലെയാണ് ഇവിടെ വലയകൂനൻ. ഇവിടെ ശരിക്കും നൻ എന്നിങ്ങനെയാണ്. ഇത് ഖഫീഫത്തിൻ്റെ നൂനാണ്, തൗക്കീദിൻ്റെ ഖഫീഫത്തിൻ്റെ നൂനാണ്. ഇത് സഖീലത്തിൻ്റെ നൂനാണ്. ഇതിന് കുറച്ചുകൂടി ഊക്കിൽ പറയാനാണ് ഇത് വരിക. അത്ര തന്നെ ഊക്കുണ്ടാവില്ല ഇവിടെ. ഇവിടെ അങ്ങനെ തന്നെയാണ്. വലയകൂനൻ യൂസുഫ് ആയിത്തീരുക തന്നെ ചെയ്യും. മിനസാഹിരീൻ. മിനസാഹിരീൻ എന്നാണ് എന്താ സാഹിർ? ഈ സഹുറ എന്നുണ്ടല്ലോ,
സഗീറ ഉണ്ട്, സഗീറ. സഗീറ എന്ന് പറഞ്ഞാൽ അതെല്ലാം എന്നർത്ഥം, നിന്യനാവുക. അധമനാവുക, നിന്യനാവുക. സഹൂറ എന്ന് പറഞ്ഞത് ഇവിടെ സഹൂറ എന്നാണെങ്കിൽ ചെറുത്. സഗീർ ചെറുത്. സഹൂറ യസൂർ എന്ന് പറഞ്ഞാൽ ചെറുതായി. സഗീറ എന്ന് പറഞ്ഞാൽ നിന്യനായി. സഗീറയിൽ നിന്നാണ് ഇവിടെ സാഗിരീൻ എന്നുള്ളത്. മാനം കെട്ടവൻ, മാനക്കേടിലായവൻ എന്നർത്ഥം. വലയകൂനൻ യൂസുഫ് ആയി തീരുക തന്നെ ചെയ്യും മിനസ്സാഗിരീൻ, മാനം പോയവരിൽ, മാനം കെട്ടവരിൽ, മാനക്കേട് ഭവിച്ചവരിൽ. അത് ഭയങ്കര ഭീഷണിയല്ലേ. ഈ രണ്ട് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വല ഇല്ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ അവനോട് പറയുന്നതെല്ലാം അവൻ ചെയ്തില്ല എങ്കിൽ, യൂസുഫ് ചെയ്തില്ല എങ്കിൽ എന്നവർ പറയാണ്. എന്താണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് അവർ കൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് ഈ സ്ത്രീകളോട് പറയാണ്. ലയുസ്ജനൻ, യൂസുഫ് ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും. അവരത്ര ആത്മവിശ്വാസത്തിൽ പറയാൻ കാരണം അവർ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഭർത്താവുണ്ട്, അത് ചെയ്യാൻ ഭർത്താവിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജോലിക്കാരും ഉണ്ട്. അതാണ് അവരുടെ ആ വിഷയം. അത് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. മാമുറു ലയുസ്ജനൻ വലയകൂനൻ, അവനായി തീരുക തന്നെ ചെയ്യും മിനസ്സാഗിരീൻ, മാനം കെട്ടവർ, അഭിമാനിതരിലായിത്തീരും. ജയിലടക്കപ്പെടും എന്നുള്ളത് മുപ്പത്തിയേർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ലയുസ്ജനന്ന എന്ന് പറഞ്ഞത്. പക്ഷേ അപമാനിതരിലായി തീരുക എന്നുള്ളത് അവർക്ക് അത്ര ഉറപ്പില്ലാത്ത വിഷയമാണ്. കാരണം യൂസുഫിൻ്റെ വ്യക്തിത്വം അവർക്ക് അറിയാം, സ്വഭാവം അറിയാം. അതുകൊണ്ട് തന്നെ അത് ചാർത്തുക എന്നുള്ളത്, യൂസുഫിലേക്ക് എത്തുക എന്നുള്ളത്, അത് അവർക്ക് ഉറപ്പ് പറയാൻ വയ്യ. അതുകൊണ്ടാണ് വലയകൂനൻ ഇവിടെ അത്ര തന്നെ നൂന് തോക്കീതിൻ്റെ സക്കീലത്ത് വന്നില്ല, ഖഫീഫത്തിൻ്റെ നൂനാണ് വന്നത്. പക്ഷെ എന്നാലും അവരിൽ എന്തുണ്ട്? അവരുടെ ഭീഷണിയാണത്, ഭീഷണിയാണ്. ഒന്നുകിൽ സിജിൻ എന്താ? ജയിലിലാക്കണത് എന്തിനാ? ജയിലിലാക്കണത് ജയിലിൽ ആളുകളോടുള്ള ഇടപഴക്കഞ്ഞ് ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും, കാരാഗ്രഹവാസമായിരിക്കും. ഇന്നത്തെ മാതിരി ഒന്നുമില്ല അന്നത്തെ ജയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജയിലിന് വേറൊരു ഭാഷ ഉണ്ട്. അത് ഭിത്തികൾക്കുള്ളിലോ ഇരുമ്പഴികൾക്കുള്ളിലോ ഒന്നുമുള്ള ജയിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊരു ജയിൽ എങ്ങനെ ഉണ്ടായത്? ഊരുവിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോ ആ ജയിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുടുംബങ്ങൾക്കൊക്കെ പോയിട്ട് സന്ദർശിക്കാം, എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊണ്ടുപോയി കൊടുക്കാം, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് പിന്തിയ ആളുകളോടുള്ള ആ ജയിൽ, അതിൽ ഭാര്യനെ കാണുന്നുണ്ട്, കുട്ടികളെ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ അതിനോളം ദുസ്സഹമായൊരു ജയിൽ വേറെയല്ല. ഭാര്യ പോലും സഹകരിക്കണില്ല, മിണ്ടണില്ല. അതാണ് വദാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത്, ഭൂമി വിശാലമാണ് അവർക്ക്, പക്ഷേ അവർ ഇടുങ്ങിപ്പോയി. ഏതായാലും ജയിലിൻ്റെ വിഷയം അതാണ്. ഈ ഭീഷണിയിൽ ജയിലല്ല വലിയ പ്രശ്നം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവർ ഭീഷണിപ്പെടുത്തിയ ജയിലിനെ ചോദിക്കുന്നുണ്ട്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ എന്ന് പറയുന്നുണ്ട്. റബ്ബേ, എനിക്ക് ജയിലാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ജയിലിന് വേണ്ടിയിട്ട് അള്ളാഹിനോട് തേടുന്നുമുണ്ട്. പക്ഷേ വലയകൂനം മിനസ്സാഗിരീൻ, അതാണ് വിഷയം. മാനക്കേടിൽ പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ അറബിയിൽ പറയും മാ ഉൽ മുഹയ്യ എന്ന്. മാ ഉൽ മുഹയ്യ എന്താ? ഈ മാ ഉൽ മുഹയ്യ അഭിമാനമാണ്. മാ ഉൽ വജ്ഹ് എന്ന് പറയും. മാ ഉൽ വജ്ഹ് അഭിമാനത്തിന്. ഫഇന്ന ഇറാഖത മാ അൽ ഹയ ഫഇന്ന ഇറാഖത മാ ഇൽ ഹയ ദൂന ഇറാഖതി മാ ഇൽ മുഹയ്യ എന്നൊരു കവിത ഉണ്ട്. കുൻ റജുലൻ റിജ്ലുഹു അല സറ വഹാമുഹമ്മതിഹി അല സുറയ്യ. അങ്ങനെയാണ്. നീ ആരാവണം? നീ ഒരു വ്യക്തിയാകണം. റിജ്ലുഹു അല സറ, അവൻ്റെ കാല് മണ്ണിലായിരിക്കണം. വഹാമുഹമ്മതിഹി അല സുറയ്യ, അവൻ്റെ ഹാമത്ത്, അതിൻ്റെ ഹാമ് സുറയ്യയിലായിരിക്കണം. സുറയ്യ എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രം. കാല് മണ്ണിലും ചിന്തയും ഭാവവും അത് കാർത്തിക നക്ഷത്രത്തിലുമായിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രഭാവത്തിൽ
പ്രൗഢിയിൽ നീ ജീവിക്കണം എന്നാണ്. മാനം കളഞ്ഞു കുളിച്ചിട്ടുള്ള ജീവിതം ഉണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് പറയാണ് ഫഇന്ന ഇറാഖത മാ അൽ ഹയ, കാരണം മാ ഉൽ ഹയ അത് ചിന്തലാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവനായിട്ട് പോകലാണ്. ദൂന ഇറാഖത്തി മാ ഇൽ മുഹയ്യ, അഭിമാനം ചിന്തുന്നതിനേക്കാൾ നിസ്സാരം. അഭിമാനം ചിന്തുന്നതിനേക്കാൾ ഒരാളുടെ ജീവനായിട്ട് പോകലാണ് ഉത്തമം എന്നുള്ളതാണ് കവിതയിൽ പറയുന്നത്. അതാണ് ഫഇന്ന ഇറാഖത മാ ഇൽ ഹയ ദൂന ഇറാഖത്തി മാ ഇൽ മുഹയ്യ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ മാ ഉൽ വജ്ഹ് അല്ലെങ്കിൽ മാ ഉൽ മുഹയ്യ അതിൻ്റെ വിഷയത്തിൽ അത് സംരക്ഷിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചര്യ പറയുന്നതാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കാണാണ്. ജാബിർ റളിയല്ലാഹു തആലയുടെ കൂടെ ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകം ആകെ ചടച്ച് അതിന് നടക്കാൻ വയ്ക്കണില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു അപ്പോൾ ജാബിർ റളിയല്ലാഹുവിനോട് റസൂൽ ചോദിക്കുകയാണ് അതബിഉനി ജമലക്, അതബിഉനി ജമലക്, നിങ്ങളുടെ ഒട്ടകം എനിക്ക് വിൽക്കണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ജാബിർ റളിയല്ലാഹു തആല റസൂലിൻ്റെ ആവശ്യമല്ലേ. അപ്പോൾ ജാബിർ പറയും എനിക്ക് ഈ ഒട്ടകേ ഉള്ളൂ, യാത്ര ഇനിയുണ്ട് ശേഷിക്കുന്നത്. ഹറത്ത് വാക്കമിൽ യുദ്ധം കഴിഞ്ഞ് എത്തിയ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇനി മദീനയിൽ കുറച്ചുകൂടി ദൂരമുണ്ട്. അവർ ജാബിർ പറയുന്നത് റസൂലെ ഒട്ടകത്തെ ഞങ്ങൾക്ക് വിൽക്കാം, പക്ഷേ എനിക്ക് മദീനയിലേക്ക് എത്തോളം ദിമ്മ സവാരി ചെയ്യണം, എത്ര തരും എന്ന് ചോദിക്കുകയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വില ഇട്ട്. അങ്ങനെ റസൂലുള്ള ഒട്ടകത്തെ എന്ത് ചെയ്തു, ഒന്ന് തൻ്റെ വടി കൊണ്ട് തൊളിച്ച് അതോടൊരു വടി കൂട്ടത്തിലുള്ള എല്ലാ ഒട്ടകങ്ങളെക്കാളും ഈ ഒട്ടകം ഉഷാറായി എന്നാണ്. ജാബിർ മദീനയിലേക്ക് എത്തുമ്പോൾ ഒട്ടകം വളരെ ആക്റ്റീവാണ്. പക്ഷേ എന്നാലും പിന്നെ ജാബിർ റളിയല്ലാഹു തൻ്റെ റസൂലുള്ളാഹിക്ക് വിറ്റയല്ലേ. അങ്ങനെ ആ യാത്രയിലാണ് റസൂൽ ചോദിക്കുന്നത് ജാബിർ നിങ്ങൾ കല്യാണം കഴിച്ചോ? അപ്പോൾ കല്യാണം കഴിച്ചു. അപ്പോൾ അത് പിന്നെ ബിക്കറിനെയാണ് സയ്യിബിനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു സയ്യിബിനെയാണ്, അതായത് വിവാഹമോചിതയായ സ്ത്രീയാണ് കല്യാണം കഴിച്ചതെന്ന് പറയണം. അപ്പോൾ എന്തുകൊണ്ട് ബിക്കറിനെ കഴിച്ചില്ല എന്നൊക്കെ ചോദിച്ചുള്ള ആ സംഭവം. അപ്പോൾ അങ്ങനെ ഉഹുദിൽ പിതാവ് മരണപ്പെട്ടപ്പോൾ എനിക്ക് 9 സഹോദരിമാരാണ്, അവർക്ക് പറക്കം പറ്റാത്തവരാണ്. അപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാര്യ കൂടി അതേ പ്രായത്തിലുള്ള ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരേപോലെ ആവുന്നുള്ള നിലയ്ക്ക് അവരെ വളർത്താനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു സ്ത്രീയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ സംഭാഷണം നടത്തി റസൂലുള്ള മദീനയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. അങ്ങനെ ജാബിർ റളിയല്ലാഹു തആല അൻഹു പോയി. ബിലാലിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്, റസൂലുള്ള പറയുന്നുണ്ട് ജാബിറിനോട് മസ്ജിദിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് വീട്ടിൽ പോകാൻ പറയുന്നുണ്ട്. കാരണം ജാബിർ റളിയല്ലാഹു അൻഹു ഇതാണ് വിവാഹം കഴിച്ച ആളാണ്. അതുകൊണ്ട് മൂപ്പർക്ക് ഹറത്ത് വാക്കമിലെത്തിയപ്പോൾ തന്നെ പറയുന്നത് റസൂലെ വേഗം പോകുക എന്ന് അറിയുന്നുണ്ട്. അപ്പോഴാണ് ഈ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ ചർച്ചയായിരുന്നത് കേട്ടോ. ഏതായാലും റസൂൽ പറയുന്നുണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് വീട്ടിൽ പോയി. അങ്ങനെ ബിലാലിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ജാബിറിന് ഒട്ടകത്തിൻ്റെ കാശും കൊടുക്കുക, ഈ ഒട്ടകത്തെയും കൊടുക്കുക, വലിയ അളവിൽ കാശ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല വന്നിട്ട് പറയുന്നുണ്ട് ഖുദ് ജമലക് വ സമന ജമലിക്, നിങ്ങളുടെ ഒട്ടകത്തെയും പിടിച്ചോളി, ഒട്ടകത്തിൻ്റെ കൂലിയും പിടിച്ചോളി എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ബിലാൽ അതിനെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ള ഉദ്ദേശിച്ചത് എന്തല്ല, ജാബിറിന് ഒട്ടകം വാങ്ങാനല്ല ഉദ്ദേശിച്ചു. ജാബിറിൻ്റെ പ്രാരാബ്ദം ആർക്കറിയാം? റസൂലുള്ളാഹിക്കറിയാം. ഉഹുദിൽ വാപ്പ ഷഹീദായി, വീട്ടിൽ 9 സഹോദരിമാരുണ്ട്. വിവാഹം കഴിക്കുകയും ചെയ്തില്ലേ. അപ്പോൾ ജാബിർ അത്യാവശ്യക്കാരനാണെന്നുള്ള അറിയില്ല. അപ്പോൾ ആളുകളുടെ മുമ്പിൽ ഈ പൈസ ഇങ്ങനെ കൊടുക്കുമ്പോൾ ജാബിറിനുണ്ടാകുന്ന ആ ഒരു പ്രയാസം, അത് അദ്ദേഹത്തിൻ്റെ ആ മാ ഉൽ മുഹയ്യ ഉണ്ടല്ലോ, അഭിമാനം, അത് കാക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി ഒട്ടകത്തെ അവിടെ വില പറഞ്ഞ് വാങ്ങിയിട്ട് എന്താണ് ആ കാശ് ഒട്ടകത്തിൻ്റെ കാശാണ് നമ്മൾക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? അതാണ് ഈ അഭിമാനം കാക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയിലേറ്റൊരു മഹനീയമായ മാതൃക പറയുന്നത്. അലാക്കുല്ലിൻ ഇവിടെ ഈ സ്ത്രീ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പേടിപ്പിക്കണത്, വിരട്ടണത് ഇത് പറഞ്ഞിട്ടാണ്. ലയുസ്ജനൻ വലയകൂനൻ മിനസ്സാഗിരീൻ. വലയകൂനൻ എന്ന് പറഞ്ഞെങ്കിൽ യൂസുഫ് ആയിത്തീരുകയും ചെയ്യും. മിനസ്സാഗിരീൻ, സാഗിരീൻ എന്ന് പറഞ്ഞാൽ അഭിമാനിതൻ, അഭിമാനിതരിൽപ്പെട്ടവനാകും.
അപമാനിതരിൽ പെട്ടവനാകും, നിന്ദ്യനായിത്തീരും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എന്താ ഉണ്ടാകുക? ജയിലിൽ പെട്ടാൽ ജയിൽ പുള്ളികൾക്ക് എന്താ അപമാനം ഉണ്ടാവുക. ജയിൽ പുള്ളികളാൽ പിന്നെ അപമാനത്തിലാവും. പക്ഷേ ഇവർ ജയിലിലടച്ചാലും യൂസുഫ് അപമാനിതനാവുമോ? ആ ഒരു വിഷയം അവർക്ക് എന്തുണ്ട്, ഇഷ്കാലുണ്ട്. കാരണം അവർക്കറിയാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം ആ ഒരു വിഷയം അവർ ഇത്ര തീർപ്പാക്കാത്തത്. ഇത് പറഞ്ഞതുപോലെ അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ജയിലിൽ അടച്ചു. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ ഒരിക്കലും അപമാനിതനായില്ല. പിന്നെയോ ജയിലിൽ കിടക്കുമ്പോൾ ഇനി നമുക്ക് വരും, യൂസുഫിനോട് ആളുകൾ പറയുകയാണ്, ജയിൽ പുള്ളികൾ പറയുകയാണ്, ഇന്നാൻ അറാക മിനൽ മുഹ്സിനി, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്, നിങ്ങൾ വളരെ സുഹൃതവാനാണ് എന്നൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ആളുകൾ പിന്നെയും പറയുകയാണ് ഉണ്ടായത്. ഇവിടെ ഈ സ്ത്രീയുടെ ഈ ഒരു ഭീഷണി, ലയുസ് ജനൻ, യൂസുഫ് ജയിലിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും, വലയക്കൂനം മിനസ്സാഗിരീൻ, യൂസുഫ് അപമാനിതരിൽ അകപ്പെടുക തന്നെ ചെയ്യും എന്ന് ഭീഷണി പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി സിജ്നു അഹബ്ബു ഇലൈ മിമ്മ യദ്ഊനനി ഇലൈ. എന്താ റബ്ബി? എന്താ റബ്ബി എന്നാ? എൻ്റെ റബ്ബേ, റബ്ബി എന്നാണ്, എൻ്റെ റബ്ബേ. അസിജ്നു അഹബ്ബു ഇലൈ, അസിജിൻ, സിജിൻ എന്ന് പറഞ്ഞാൽ ജയിൽ. അസിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജയിലുണ്ട്. അതുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞ ഇല യുസ്ജനൻ. അസിജുനു അഹബ്ബു ഇലൈ, അതാണ് എനിക്ക് ഇഷ്ടം. മിമ്മ യദ്ഊനനി ഇലൈഹി, എന്താ മിമ്മ യദ്ഊനനി? യദ്ഊന അവർ വിളിക്കുന്നു, യദ്ഊനനി അവർ എന്നെ വിളിക്കുന്നു, എന്നെ ക്ഷണിക്കുന്നു. ഇലൈഹി എന്നാണ് അതിലേക്ക്. അവിടെ മാ യദ്ഊനനി ഇലൈഹി, മിമ്മ എന്നുള്ളത് മിൻ, പിന്നെ മാ എന്ന് യാതൊന്നിൽ നിന്ന് ആണ്. മിമ്മ യാതൊന്നിൽ നിന്ന്, മിമ്മ യാതൊന്നിൽ നിന്ന് അല്ലെങ്കിൽ യാതൊന്നിനേക്കാൾ. യദ്ഊനനി ഇലൈഹി, ആ യാതൊന്നിലേക്കാണ് അവർ എന്നെ ക്ഷണിക്കുന്നത്, എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവർ എന്നെ വിളിക്കുന്നതായ കാര്യത്തിൽ നിന്ന് അതിനപേക്ഷിച്ച് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം അസിജിൻ, ജയിലാകുന്നു എന്ന് റബ്ബി എന്ന് വിളിച്ചിട്ട് അദ്ദേഹം ദുആ ചെയ്തു. ഇവിടെ യദ്ഊനനി ഇലൈഹി എന്നാണ്, അവർ അതിലേക്ക് എന്നെ ക്ഷണിക്കുന്നു എന്നാണ്. ഇവിടെ ക്ഷണിക്കുന്ന ആൾ എത്രയാണ്? ഒരാളാണോ ഒന്നിലധികം ആളുകളാണ്? യദ്ഊന എന്നാണ് അവർ സ്ത്രീകൾ ക്ഷണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വിഷയം അസീസിൻ്റെ ഭാര്യ മാത്രമല്ല, ഇമ്രാത്തുൽ അസീസ് മാത്രമല്ല, പിന്നെയോ വേറെയും സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ണു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ല, അത് ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുള്ളത്? നിസ്വത്തും ഫിൽ മദീനത്തി, മദീനയിൽ സ്ത്രീകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അസിജിനു അഹബ്ബു ഇലയ്യ എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ നല്ലതെന്ന് തന്നെയാണ് ജയിൽ എന്നുള്ളതാണ്. ഇവിടെ ഈ തഫ്സീറുകളിൽ ഈ മാ യദ്ഊനനി ഇലൈഹി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പിന്നെ വഅതദത് ലഹുന്ന മുത്തക്കഅൻ എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഈ സുലൈഖ അല്ലെങ്കിൽ സലീഖ ഇമ്രാത്തുൽ അസീസ്, ഈ സ്ത്രീകൾ യൂസുഫിനെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്നെ ചാരുമഞ്ചങ്ങൾ ഒരുക്കി അവരുടെ കയ്യിൽ കത്തി കൊടുത്ത് വിഭവങ്ങൾ വെച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അവരിലേക്ക് ഇറക്കിയല്ലോ. കാലത്തി ഖുറുജ് അലൈഹിന്ന എന്ന് പറഞ്ഞില്ലേ, ആ സമയം ഈ സ്ത്രീകൾ തഫ്സീറുകളിൽ കാണാം അവരുടെ മുഖചേഷ്ടകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടും അവർ യൂസുഫിനെ വിളിക്കുമായിരുന്നു എന്ന്. പിന്നെ അതാണ് പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് മാ യദ്ഊനനി ഇലൈഹി, അവർ എന്നെ ഏതൊന്നിലേക്ക് വിളിക്കുന്നുവോ അതല്ല എനിക്ക് സിജിനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ കണ്ണുകൊണ്ട്
ഉള്ള ആംഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ഭാഷയാണല്ലോ. നമ്മൾ ഈ ഒരു തഫ്സീറിൽ ഞാനത് പ്രത്യേകം വായിച്ചു. എങ്ങനെയാണ് ഈ സ്ത്രീകൾ ആ നേരം കൊണ്ട് അവർ പിന്നെ കത്തി കൊണ്ട് കൈ മുറിക്കുകയും ചെയ്ത് പിന്നെ ഹാഷലില്ല മഹാദ ബഷറ ഇൻഹാദ ഇല്ല മലക്കുൻ കരീം എന്നൊക്കെ പറയും ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടി ഇതെങ്ങനെ ഒപ്പിച്ചേ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയണത് ഈ അബ്ബാസി ഖലീഫമാരിൽ അബൂ ജാഫർ അൽ മൻസൂർ പിന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാര സദസ്സിൽ ഒരു പിന്നെ അറിയപ്പെട്ട കവിയായിരുന്നു അബൂദുലാമ അറിയപ്പെട്ട കവിയാണ്. പക്ഷേ ഈ വഷളം കവിതകളെ ചെല്ലുക പലപ്പോഴും വഷളം ഈ ഹജ എന്ന് പറയും, ഷെറുൽ ഹജ, അതിൽ ആക്ഷേപകാവ്യാണ്. നമ്മളിങ്ങനെ ആ കവിതകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ കൊടുങ്ങല്ലൂർ ഭരണി ഉണ്ടല്ലോ, ആ പരിസരങ്ങളിൽ പോയി ഇന്ന മാതിരി ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഖലീഫ അബൂ ജാഫർ മൻസൂറിൻ്റെ സദസ്സിൽ അബൂദുലാമുണ്ട്, സദസ്യരുമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ തമാശപ്പിച്ചുകൊണ്ട് ഖലീഫ മൻസൂർ പറഞ്ഞു, അബൂദുലാമ ഈ ഇരിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഒന്ന് ആക്ഷേപിച്ച് പാടാൻ പറഞ്ഞു, മോശപ്പെടുത്തിയിട്ട് പാടാൻ പറഞ്ഞു സദസ്യരിൽ ഒരാൾ. അപ്പോൾ ഇയാൾ പാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേറെ നല്ലത് ചാകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കണ്ണുകൊണ്ട് കാണിച്ചു തന്നു, എന്നെക്കുറിച്ച് പാടിയിട്ടില്ലെങ്കിൽ ഞാൻ പൈസ തരും. കാരണം ഇത് പാടുന്ന എന്തിനാ പൈസ ഇട്ടാനാണ്, കവികളത് പാടാറുണ്ട്. അപ്പോൾ ഓരോരുത്തർ കണ്ണുകൊണ്ട് കാണിച്ചു എന്നാണ്, എന്നെക്കുറിച്ച് പാടിയിട്ടില്ലെങ്കിൽ ആ പൈസ തരാമെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു എന്നാണ്. അപ്പോൾ അബൂദുലാം എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചതാണ്, ഖലീഫ അറിയാത്ത വിധം. അപ്പോൾ പിന്നെ ഖലീഫ ആണെങ്കിൽ ഇത് സത്യം ചെയ്താൽ പറഞ്ഞത്, ആസിമു അലൈക്ക് അല്ലാ തഹ്ജു അഹദൻ മിനൽ ഹാദിരീൻ, ഒരാളെ ആക്ഷേപിച്ച് പാടണം എന്നുള്ളത് ഞാൻ സത്യം ചെയ്തിട്ടാണ് എന്നോട് പറയുന്നതെന്നാണ്. അപ്പോൾ ഖലീഫ സത്യം ചെയ്ത സ്ഥിതിക്ക് പിന്നെ അബൂദുലാമ അയാളെക്കുറിച്ച് തന്നെ പാടിയെന്നാണ്. ആ പാട്ട് കേട്ടാൽ അലാ അബ്ലിഗ് ലദൈക അബാ ദുലാമ ഫലസ്ത മിനൽ കരീമി വലാ കിറാമ ഇദാ വദഅൽ ഇമാമത കാന ഖിർദൻ വഖിൻസീറൻ ഇദാ നസഅൽ ഇമാമ എന്നാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? അലാ അബ്ലിഗ് ലദൈക അബാ ദുലാമ, അബൂദുലാമ കുറിച്ച് പറഞ്ഞ അബൂദുലാമ നിൻ്റെ അടുത്തുണ്ടെങ്കിൽ നീ പറയണം എന്നാണ്. വെറുതെ ഭാവനയിൽ പറയാണ്, മൂപ്പരന്നെയാണ് പറയുന്നത് മൂപ്പരെ കുറിച്ച്. നിൻ്റെ അടുക്കൽ അബൂദുലാമ ഉണ്ടെങ്കിൽ പറയണം, ലസ്ത മിനൽ കരീമി വലാ കറാമ, നീ മാന്യനുമല്ല, നിനക്ക് മാന്യതയില്ല എന്ന് അബൂദുലാമിനോട് നീ പറയണം. ഇത് ഹജാണ്, തരിപ്പാട്ടാണ്. എന്നിട്ട് പറയാണ്, ഇദാ വദഅൽ അമാമത കാന ഖിർദൻ, അമാമത്ത് പറഞ്ഞാൽ തലപ്പാവ്, മൂപ്പര് തലപ്പാവ് വെച്ചിട്ടുണ്ടെങ്കിൽ കാന ഖിർദൻ, എന്താ ഖിർദ്? ആ കുരങ്ങനാണ്. വഖിൻസീറൻ ഇദാ നസഅൽ ഇമാമ എന്നാണ്, തലപ്പാവ് ഊരിയാലോ ഖിൻസീറാണ്, പന്നിയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? സ്വന്തത്തെക്കുറിച്ച്. ഹജാണ്, തെരിപ്പാട്ടാണല്ലോ. അപ്പോൾ തെരിപ്പാട്ടാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും നിങ്ങൾ തെരിപ്പാട്ട പാടാതെ ഇവിടുന്ന് പോകരുത് എന്നാണ് ഖലീഫ പറഞ്ഞത്. അപ്പോൾ മൂപ്പര് എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവരും കണ്ണുകൊണ്ട് കാട്ടിയെന്നാണ്, ഇന്ന പാടല്ലേ ഞാൻ എനിക്ക് തരാമെന്ന്. അപ്പം പിന്നെ മൂപ്പരെക്കുറിച്ച് തന്നെ ഇങ്ങനെ പാടി, അല അബ്ലിഗ് ലദൈക അബാ ദുലാമ ലസ്ത മിനൽ കരീമി വലാ കിറാമ ഇദാ വദഅൽ ഇമാമത കാന ഖിർദൻ വഖിൻസീറൻ ഇദാ നസഅൽ ഇമാമ. അങ്ങനെ എല്ലാവരും വലിയ തുക കൊടുത്തു എന്നാണ് അവിടെ ഇറങ്ങിയതിന് ശേഷം അബൂദുലാമക്ക്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ കണ്ണിൻ്റെ പ്രകടനമാണ്. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കണ്ണുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിക്കുന്ന പിന്നെ നാട്യങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാതെ കൊട്ടാരം വേണ്ട, നാടും വേണ്ട, ജയില് മതി എന്ന് ദുആ ചെയ്യുന്നത്. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, ഈ സ്ത്രീകൾ ഏതൊന്നിലേക്ക് എന്നെ ക്ഷണിക്കുന്നുവോ അതിൽ നിന്ന് എനിക്ക് രക്ഷ വേണം. അസ്സിജ്നു അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ജയിലാണ്. ഇവിടെ അഹബ്ബു ഇലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മു തഫ്ദീലല്ല കേട്ടോ, ഇതിനേക്കാൾ ഇഷ്ടം അതാണെന്ന അർത്ഥത്തിലല്ല. സ്ത്രീകൾ ക്ഷണിക്കുന്നതിനേക്കാൾ ഇഷ്ടം ജയിലാണെന്നല്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തായി? ഇതും ഇഷ്ടമാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? ഇതാണെന്നാണ്. അത് അങ്ങനെ അർത്ഥം പറയാൻ വയ്യ. അഹബ്ബു ഇലയ്യ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നത് എനിക്ക് അതല്ല വേണ്ടത്, പിന്നെയോ എനിക്ക് ജയിലാണ് ഇഷ്ടകരമായത് എന്ന് അള്ളാഹുവിനോട് തേടി. അങ്ങനെ തേടാവോ?
ജയിലിന് വേണ്ടി തേടാവോ? അതായത് ഒരു തെറ്റിന് താൻ നിർബന്ധിക്കപ്പെടും, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനൊരു പാപിയാകും എന്നൊരവസ്ഥ വരികയാണ് എങ്കിൽ അതിനേക്കാൾ നോക്കണം നിങ്ങൾ, ഏറ്റവും യൗവനത്തിൻ്റെ തികവിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം താനൊരു തെറ്റിൽ പരീക്ഷിക്കപ്പെടുന്നു കാണുമ്പോൾ അതിലേക്ക് അടുക്കാതിരിക്കാൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് ജയിലിൽ തേടുന്നത്. രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ജയിലിൽ തേടുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ തെറ്റിൽ പതിക്കാതിരിക്കാൻ രണ്ട് ഷർറാണ്. ഒന്നെന്താ? തെറ്റ് ആപതിക്കുക എന്നുള്ളത്. മറ്റൊന്ന് ജയിൽ എന്നുള്ള ഒരു ഷർറ്. ജയിൽ ഷർറല്ലേ? ഷർറാണ്. പക്ഷേ ഏറ്റവും ഈ എന്താ പറയുക, കുറഞ്ഞ ഷർറ് ഏതാ? ജയിലാണ്. രണ്ടാലും ഒന്ന് അനിവാര്യമാണ്. അപ്പോൾ അദ്ദേഹം കുറഞ്ഞ ഷർറിനെ തേടി എന്നുള്ളതാണ്. അതോടെ റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനീ ഇലൈഹി. എന്നിട്ട് പറയാണ് വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിൻ വാകും മിനൽ ജാഹിലീൻ. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ, ഈ സ്ത്രീകളുടെ കൈദ്, തന്ത്രം, അത് എന്നിൽ നിന്ന് നീ തിരിച്ചില്ല എങ്കിൽ, വഇല്ലാ തസ്രിഫ്, നീ തിരിച്ചിട്ടില്ല എങ്കിൽ, വഴി മാറ്റിയില്ല എങ്കിൽ, അന്നി എന്നിൽ നിന്ന്, കൈദഹുന്ന, ഈ സ്ത്രീകളുടെ തന്ത്രം എന്നെ തൊട്ട് നീ തെറ്റിച്ചില്ല എങ്കിൽ, അസ്ബു ഇലൈഹിൻ. എന്താ അസ്ബു ഇലൈഹിൻ? സബ എന്നതിൽ സബ എന്ന് പറഞ്ഞാൽ ചായുക. സബ അസ്ബു. ഇവിടെ അസ്ബു വാവ് കളയപ്പെട്ടതാണ്. കാരണം ഇതിൽ ജവാബാണ്. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന, അവരുടെ തന്ത്രം എന്നിൽ നിന്ന് തെറ്റിച്ചില്ല എങ്കിൽ, അതിൻ്റെ ജവാബാണ് അസ്ബു ഇലൈഹിൻ. വാവ് കളഞ്ഞത് ജവാബിൻ്റെ സന്ദർഭത്തിലാണ്. അസ്ബു ഇലൈഹിന്ന, ആ സ്ത്രീകളിലേക്ക് ഞാൻ ചാഞ്ഞു പോകും, വശീകൃതനാകും. അസ്ബു ഇലൈഹിന്ന, ആ സ്ത്രീകളിലേക്ക് ഞാൻ വശീകൃതനാകും. വഅകുൻ മിനൽ ജാഹിലീൻ, വഅകുൻ, ഞാൻ ആയിത്തീരും. ആരിലായിത്തീരും? മിനൽ ജാഹിലീൻ. എന്താ ജാഹിലീൻ? ജാഹിൽ ആരാ? വിവരമില്ലാത്തവൻ അല്ലേ? ആലിമിന് എതിരായിട്ട് ജാഹിൽ വരും. ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, ജാഹിൽ എന്ന് പറഞ്ഞപ്പോൾ അജ്ഞൻ, അറിവില്ലാത്തവൻ. ഹലീം ഉണ്ടല്ലോ, ഹലീം അവിവേകി, അതിന് പകരം ഏതെങ്കിലും ജാഹിൽ വരും. ഹിൽമിന് പകരം ജഹിൽ, ഇൽമിന് പകരം ജഹിൽ. ഹലീമാരാ? വിവേകിയാണ്, തൻ്റെടി. അതിൻ്റെ വിപരീതമായിട്ടും ആര് വരും? ജാഹിൽ വരും. വൈദ ഖാതബഹുമുൽ ജാഹിലൂൻ ഖാലു സലാമ എന്നാണ്. ജാഹിലീങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവിടെ വിവരമില്ലാത്ത മനുഷ്യന്മാരെന്നല്ല, പിന്നെയോ വിവേകമില്ലാത്തവർ എന്നാണ് ജാഹിൽ ബസീത്തും ഉണ്ട്, മുറക്കബും ഉണ്ട്. എന്താ ജാഹിൽ ബസീത്ത്? എന്താ ജാഹിൽ മുറക്കബ്? ജഹിൽ മുറക്കബ് എന്താ? ജഹിൽ ബസീത്ത് എന്താ? അതിൽ ഈ ദാർശനികരുടെ പഠനം വായിക്കുമ്പോൾ ജാഹിൽ ബസീത്ത് എന്നെങ്കിൽ ഒരാൾക്ക് വിവരമില്ല, അതാണ് ജാഹിൽ. അയാൾക്കറിയാം എനിക്ക് വിവരമില്ല എന്നുള്ളത് അറിയുകയും ചെയ്യും. അതാണ് ജാഹിൽ ബസീത്ത്. ജാഹിൽ മുറക്കബ് എന്താ? വിവരമില്ല, തനിക്ക് വിവരമില്ല എന്നുള്ള വിവരമില്ല, അത് ജാഹിൽ മുറക്കബ്. ഇത് ഭയങ്കര പ്രശ്നമാണ്, ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രോഗമാണ്. ജാഹിൽ ബസീത്തിനെ ചികിത്സിക്കാം, പക്ഷെ ജാഹിൽ മുറക്കബിന് ഒരിക്കലും ചികിത്സിക്കാൻ പറ്റില്ല. അതാണ് കവി പറഞ്ഞത്. ലൗ അൻസഫദ്ദഹ്റു കുൻതു അർകബു ലിഅന്നനി ജാഹിലുൻ ബസീതു വസാഹിബി ജാഹിലുൻ മുറക്കബു. ഒരു ഹക്കീമിന്, ഹക്കീം എന്ന് പറഞ്ഞാൽ ശരിക്കും തത്വജ്ഞാനിയാണ്, പക്ഷേ ഒരു ഹക്കീമിന് ഒരു കഴുതുണ്ടായിരുന്നു, ബൂത്ത എന്നാ പേര്, ബൂത്ത. അപ്പോൾ അവർക്ക് ബൂത്ത പറയാണ്, ലൗ അൻസഫ് ഖാല ഹമീറുൽ ഹക്കീമി ബൂത്ത ലൗ അൻസഫദ്ദഹ്റു കുൻതു അർകബു. ഹക്കീമിൻ്റെ ഹമീർ, പണ്ഡിതൻ്റെ കഴുത ബൂത്ത പറഞ്ഞു, കാലം നീതി പാലിച്ചിരുന്നുവെങ്കിൽ ഞാനായിരുന്നു മൂപ്പരെ പുറം കയറേണ്ടിയിരുന്നത്. കുൻതു അർക്കബു, കഴുതയാണ് ഈ ഹക്കീമിൻ്റെ പുറത്ത് സഞ്ചരിക്കേണ്ടിയിരുന്നത്. ലിഅന്നനി ജാഹിലുൻ ബസീതു വസാഹിബി ജാഹിലുൻ മുറക്കബു. കാരണം കഴുതയാകുന്ന ഞാൻ ജാഹിൽ ബസീത്താണ്, മൂപ്പരോ ജാഹിലുൻ
മുറക്കബാണ് എന്ന് പറഞ്ഞതാണ്. അലാക്കുല്ലിൻ ഈ ജഹിൽ ഹിൽമിന് വിപരീതമായിട്ട് വരും, വിവേകത്തിൻ്റെ നേരെ വിപരീതമായിട്ട് വരും, ഇൽമിൻ്റെ വിപരീതമായിട്ടും വരും. എല്ലായിടത്തും വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്നിട്ടുണ്ട് ജാഹിൽ എന്നുള്ളതും, അൽ ജാഹിൽ എന്ന് വന്നിട്ടുണ്ട്, ജാഹിലീൻ ജാഹിലൂൻ എന്ന് വന്നിട്ടുണ്ട്, യജ്ഹലൂൻ തെജ്ഹലൂൻ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എല്ലായിടത്തും പിന്നെ അറിവില്ലാത്തവർ എന്നല്ല അർത്ഥം. ഇവിടെ വഅകും മിനൽ ജാഹിലീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഇൽമില്ലാത്തവൻ എന്നാണോ അതല്ല ഹിൽമില്ലാത്തവൻ എന്നാണ്? ഇവിടെ ഹിൽമില്ലാത്തവൻ. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലീങ്ങളിൽ അകപ്പെടും എന്ന് പറഞ്ഞെങ്കിൽ ഹിൽമില്ലാത്തവരിൽ പെട്ടുപോകും, അവിവേകികളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലേക്ക് ചാഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താ? തികഞ്ഞ അവിവേകമായിരിക്കും. മനസ്സിലായോ? അതതിൻ്റെ ഒരു തഫ്സീറാണ്. ഇനിയിപ്പോൾ ഇൽമില്ലാത്തവരുടെ അങ്ങനെ പറഞ്ഞാലും വഅകും മിനൽ ജാഹിലീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൽമില്ലാത്തവരുടെ കൂട്ടത്തിലായി പോകുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദി, ദാസന്മാരിൽ അള്ളാഹുവിന് ഏറ്റവും ഖശിയത്തുള്ളവർ, പഠിച്ചവനെക്കുറിച്ച് ഏറ്റവും പേടിയുള്ളവരാരാണ്? അൽ ഉലമ, ഇൽമുള്ള പണ്ഡിതന്മാരാണ്, ഇൽമുള്ള പണ്ഡിതന്മാരാണ്. അപ്പോൾ ആ അർത്ഥപ്രകാരം ഇൽമില്ലാത്ത ആരിൽപ്പെട്ടു പോകും? ഞാൻ ജാഹിലിൽപ്പെട്ടു പോകും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഖശിയത്ത് ഉണ്ടാവില്ല. ഖശിയത്തില്ലെങ്കിൽ പിന്നെ അതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഖശിയത്ത് ഉണ്ടാകുമ്പോഴാണ് ഇന്നി അഖാഫുള്ള, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നു എന്ന് പറയാം. പിന്നെ ഒമൻ ദക്കറ റബ്ബൽ ദാത്തു മൻസിബിൻ വ ജമാലിൻ, സൗന്ദര്യമുള്ള സ്വാധീനമുള്ള സ്ഥാനമുള്ള ഒരു സ്ത്രീ ഒരാളെ ക്ഷണിച്ചപ്പോൾ കാല ഇന്നി അഖാഫുള്ള, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞേ. അതെന്തുകൊണ്ടാണ്? ഇൽമുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇൽമിൻ്റെ പ്രത്യേകതയാണ് ഇൽമ് ഖശിയത്തിനെ ഖൗഫിനെ അനന്തരമാക്കുന്നുള്ളത്. അപ്പോൾ ഈ പിന്നെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജാഹിലീങ്ങളിൽ പെട്ട് ഖശിയത്തില്ലാത്തവനായി പോകുമെന്ന് ഭയക്കുന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞു എന്നാലും വിഷയമല്ല. തയ്യബ്, ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വ ഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിന്ന വ അകും മിനൽ ജാഹിലീൻ. ഈ സ്ത്രീകളുടെ കൈദ്, ഇതും നമ്മൾ പറഞ്ഞു സ്ത്രീകളുടെ കൈദ് ഇവിടെ ഒരു സ്ത്രീയുടെ കൈദല്ല, ഇമ്രാത്തുൽ അസീസിൻ്റെ ഭാര്യയുടെ തന്ത്രമല്ല ഇവിടെ വിഷയം. പിന്നെ പട്ടണത്തിലെ സ്ത്രീകളും അവർക്കും എന്തുണ്ട്? കൈദുണ്ട്. ആ കൈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ മുമ്പ്, ഇന്ന കൈദകുന്ന അദീം എന്നാണ്. ഇന്ന കൈദകുന്ന, നിങ്ങളുടെ തന്ത്രം അദീം എന്നാണ്, ഗൗരവപ്പെട്ട തന്ത്രമാണ് എന്നാണ് പറഞ്ഞത്. ഇബ്ലീസിൻ്റെ ശൈത്താൻ്റെ തന്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ എന്നാണ്. ശൈത്താൻ്റെ കൈദിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞപ്പോൾ കാന ദഈഫ, അത് ദുർബലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരുടെ തന്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദീം എന്നാണ് പറഞ്ഞത്. അതായത് ആ ഇന്ന കൈദക്കുന്ന അദീം എന്നുള്ളത് പറയുന്നത് ഭാര്യൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ്. പക്ഷേ ഭാര്യനോട് പിന്നെ എൻ്റെ തന്ത്രം ഇത് 36 മാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇനി ഇതിൽ വരും ആ ഭർത്താവ് എങ്ങനത്തെ ഭർത്താവാന്നുള്ള നമുക്ക് ഇതിൽ വരും. യൂസുഫിനെ ജയിലിലൊക്കെ അടക്കണണ്ടില്ലേ? ഞാൻ ജയിലിൽ അടക്കുന്നുണ്ടെ 36 ആരുമല്ല, ഭർത്താവാണ് നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾ, ഭർത്താവിൻ്റെ കീഴിലാണ് ഉദ്യോഗസ്ഥരൊക്കെ. പക്ഷേ 37 പറയാൻ മാത്രം അത്ര ഇതാണ്. അവൻ നേരിട്ടിട്ട് ഇത് എൻ്റെ തന്ത്രമാണ് എൻ്റെ നാട്ടിൽ പറഞ്ഞെങ്കിൽ 37ക്ക് കൈകാര്യം ചെയ്യാൻ അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് പിന്നെ എന്നെ എന്ത് ചെയ്യണതെന്ന് പൊതുവൽക്കരിച്ചത്. ഇല്ലാതെ ഉദ്ദേശം ഇവിടെ 37 തന്നെയാണ്, പക്ഷെ അതിനെ പൊതുവൽക്കരിച്ചത് അതുകൊണ്ടാണ്. ഇവർ നമ്മൾ പറഞ്ഞില്ല, ഒരു പിന്നെ സ്ത്രീ ഭർത്താവ് എന്നോട് പറഞ്ഞത് പിന്നെ വേറെ കല്യാണം കഴിച്ചു മരിക്കാൻ നേരത്തെ. അപ്പോൾ അയാൾ വെറുതെ പറഞ്ഞു പോയി തന്നെ, എൻ്റെ കബറും പുറം പിന്നെ ഉണങ്ങണത് വരെ ഞാൻ വേറെ കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞത് തന്നെ. പിന്നെ ഇയാൾ ഇന്ന് മരിച്ച് മറമാടി കുറേ കാലം കഴിഞ്ഞിട്ട് എടുക്ക് പോയി നോക്കും തന്നെ കബറും പുറം ഉണങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അയാൾക്ക് വേറെ കല്യാണം കഴിക്കാം, പക്ഷെ എന്നും കബറും പുറം ഇങ്ങനെ നനഞ്ഞ് കാണുന്നതാണ്. അപ്പോൾ ഒരു ദിവസം പിന്നെ ഇയാളൊരു അസമയത്ത് ചെന്നപ്പോണ്ടല്ലേ ഈ പെണ്ണിൻ്റെ ആങ്ങളെ മക്ക് പറയുന്നത് ഇങ്ങോട്ട് വരണം. അപ്പോൾ ചോദിച്ച് നനച്ച് ഇവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. അത് പെങ്ങൾ മരിക്കണീന് ഒരു വസിയത്ത് എഴുതിയിരുന്നു, ഇന്ന് രാവിലെ വന്നിട്ട് ഈ കബറും പുറം നനച്ച് വരണമെന്ന്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണങ്ങാത്തത്. ഇയാളാണെങ്കിലും ആ വാക്ക് കൊടുത്തുകൊണ്ട് എന്ന് ഇത് ഉണങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് പോയി വെക്കലാണ് ഇയാളുടെ പതിവ്. അതാണ് ഇന്ന കൈതക്കുന്ന ആദയും. അപ്പോൾ ഏതായാലും ഇവിടെ
പിന്നെ വൈലാത്ത സ്രീഫ് അന്നി കൈദഹുൻ, ഈ കൈദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ സ്ത്രീകളുടെ കൈദ് എന്ന് പറഞ്ഞത്? അതാണ് ഇവിടെ ഇത് തഫ്സീറുകളിൽ കാണുന്നത്. സ്ത്രീകൾ ഈ വിഷയം പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അസീസിൻ്റെ ഭാര്യ കൊട്ടാരത്തിൽ വശീകരിക്കുന്ന വിഷയമുണ്ടല്ലോ, ഇത് പാട്ടായി. അപ്പോൾ ഇത് അസീസിൻ്റെ ഭാര്യയ്ക്ക് സ്വാർത്ഥമായി കിട്ടുന്ന ഒരു വിഷയമാണിത്. ഇത് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ്. പക്ഷേ സ്ത്രീകൾക്ക് എന്ത് വേണം? സ്ത്രീകൾക്ക് ഇതിനൊരു അവസരം ഉണ്ടാണ് യൂസുഫിനെ കാണാനും, പിന്നെ അവർ കണ്ടപ്പോൾ ചെയ്ത കണ്ടില്ലേ, ഇതിന് അവർക്കൊരു അവസരം വേണം. അതിനാണ് ഇവരെന്ത് ചെയ്തത്? പട്ടണത്തിൽ പറഞ്ഞത്. ഇവർ പാട്ടാക്കി. ഇത് ഇവരുടെ തന്ത്രമായിരുന്നു. യൂസുഫുമായിട്ട് ഒരു പിന്നെ സംഗമത്തിനുള്ള ഒരു തന്ത്രമായിരുന്നു ഈ പിന്നെ ഇമ്രാത്തുൽ അസീസി തുറാവിദു ഫത്താഹ എന്നവർ പട്ടണത്തിൽ പറഞ്ഞത്. അത് അവരുടെ ഒരു തന്ത്രമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താ അവരുടെ തന്ത്രം. കാരണം ഈ പെണ്ണിനും യൂസുഫിൻ്റെ വിഷയത്തിൽ ഇങ്ങനൊരു ബുദ്ധിയുണ്ട്. അവർ മാത്രമല്ല, പിന്നെയോ ഈ സ്ത്രീകൾക്കൊക്കെയോ അതുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വൈലാത്ത സ്രീഫ് അന്നി കൈദഹുന്ന, അവരുടെ തന്ത്രം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകും, വാക്കും മിനൽ ജാഹിലി. ഇവിടെ ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ. എന്താ ഫസ്തജാബ ലഹു? ഇതാണ് ഇവിടെ ഈ ഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉടനടി എന്നർത്ഥത്തിലാണ്. തഖീബിൻ്റെ ഫ എന്ന് പറയുക. ഉടനടി ഇസ്തജാബ ലഹു റബ്ബുഹു, റബ്ബ് അദ്ദേഹത്തിന് ഉത്തരമേകി. ഈ ഇസ്തജാബയും അവിടെ ഇസ്താസം എന്ന് പറയില്ല, ഇസ്താസം ശക്തമായ മറ സ്വീകരിച്ചു, അതേപോലെയാണ് ഇസ്തജാബ, ഉത്തരം നൽകി ഉറപ്പായിട്ടും. ഫസ്തജാബ ലഹു, ഉടനടി യൂസുഫിന് അലൈഹിസ്സലാം അള്ളാഹു ഉത്തരം നൽകി റബ്ബുഹു, യൂസുഫിൻ്റെ റബ്ബ്. റബ്ബി എന്ന് വിളിച്ചിട്ടാണ് ദുആ. അതുകൊണ്ടാണ് ഫസ്തജാബ ലഹു റബ്ബുഹു, യൂസുഫിൻ്റെ റബ്ബ് അദ്ദേഹത്തിന് ഉടനടി ഉത്തരം നൽകി. അങ്ങനെ ഫസറഫ അൻഹു കൈദഹുൻ, ഫസറഫ അൻഹു യൂസുഫിനെ തൊട്ട് അള്ളാഹു തെറ്റിച്ചു, വഴിമാറ്റി. കൈദഹുൻ, ആ സ്ത്രീകളുടെ തന്ത്രം വഴിമാറ്റി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ദുആയിൽ ഇസ്തിആനത്തുണ്ട്, തവക്കുലുണ്ട്. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് സഹായം തേടലുണ്ട്, തവക്കുലുണ്ട്. എന്താണ് തവക്കുൽ? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലുണ്ട്. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, ഇത്രമേൽ സൂക്ഷ്മതയുള്ള ആളാണ്. പക്ഷെ എന്നാലും അള്ളാഹുവിൽ നിന്ന് ധന്യനല്ല, അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്, അള്ളാഹുവിലേക്ക് ആശ്രിതനാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം ഈ ദുആയിലുണ്ട്, അതേപോലെ അള്ളാഹുവിലുള്ള തവക്കുലും ഈ ദുആയിലുണ്ട്. ഇത് രണ്ടും കൂടി സമ്മിശ്രമാണ്. തവക്കുലും ഇസ്തിആനത്തും വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തജാബ ലഹു എന്നുള്ള അദ്ദേഹത്തിന് പെട്ടെന്ന് ഉത്തരം നൽകി. മാത്രമല്ല അദ്ദേഹം എന്താണ് തേടിയത് അത് ഇതാണ്, ഫസറഫ അൻഹു കൈദഹുൻ, ഈ സ്ത്രീകളുടെ തന്ത്രം അള്ളാഹു അവരിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് തിരിച്ചു കളഞ്ഞു. പിന്നെ ഈ പരീക്ഷണം, സ്ത്രീകളാലുള്ള പരീക്ഷണം ആർക്കും ഉണ്ടായിട്ടില്ല? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. എന്താ ഇന്നഹു? കാരണം അള്ളാഹു റബ്ബ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റബ്ബ്. ഹുവസ് സമീഉൽ അലീം. എന്താണ് ഹുവസ് സമീഉൽ അലീം? ഹുവ അള്ളാഹു അസ്സമീ. അസ്സമീ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ, അതേപോലെ കേട്ട് ഉത്തരം നൽകുന്നവൻ. സമീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവൻ എന്ന് മാത്രമല്ല, പിന്നെ കേട്ട് ഉത്തരം നൽകുന്നവൻ. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. സമീ അല്ലാഹു ലിമൻ ഹമിദ. സമീ അല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു കേട്ടിരിക്കുന്നതല്ല, പിന്നെ കേട്ട് ഉത്തരം നൽകിയിരിക്കുന്നു. ലിമൻ ഹമീദഹു, അള്ളാഹുവിനെ ഹംദ് നിർവഹിച്ചവർ. സമീ അല്ലാഹു ലിമൻ ഹമീദ. നമ്മൾ റുക്കൂയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് വരുമ്പോൾ സമീ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറയില്ലേ. അപ്പോൾ റബ്ബന വലക്കൽ ഹംദ്, അല്ലെങ്കിൽ റബ്ബന ലക്കൽ ഹംദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിൽ സമീ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് ലി റബ്ബി അൽ ഹംദ്, ലി റബ്ബി അൽ ഹംദ് എന്ന് പറയായിരുന്നു എന്നാണ്. എൻ്റെ റബ്ബിനാകുന്നു ഹംദുകൾ മുഴുവൻ. എന്തിന്? ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഹുവ. കാരണം അള്ളാഹു അസ്സമീ, കേൾക്കുന്നവനും കേട്ട് ഉത്തരം നൽകുന്നവനുമാണ്. അൽ അലീം, അൽ അലീം സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സമീ ആണ്, അൽ അലീമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ കേട്ടു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസ്ഥ മനസ്സിലാക്കി, ദുആക്ക് ഉത്തരം നൽകി. സ്ത്രീകളുടെ തന്ത്രം അള്ളാഹു വഴിമാറ്റുകയും ചെയ്തു. അസ്സമീഉൽ അലീം ഉണ്ടല്ലേ, ദുആയിൽ പലയിടത്തും വന്നിട്ടില്ലത്. അസ്സമീഉൽ അലീം എവിടെ വന്ന്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. എവിടെ? സൂറത്തുൽ ബഖറയിൽ ആരെ ദുആ?
ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി വസ്സലാമയുടെ ദുആ. അതേപോലെ തന്നെ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻത സമീഉൽ അലീം. ആരുടെ പ്രാർത്ഥന? ഇമ്രാഅത്തു ഇമ്രാൻ ഹന്ന, ഇമ്രാഅത്തു ഇമ്രാൻ, ഇമ്രാൻ്റെ ഭാര്യ ഹന്ന, ഇവരുടെ പ്രാർത്ഥന. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻത സമീഉൽ അലീം. പിന്നെയില്ലേ അത് സമീഉൽ അലീം. നമ്മൾ നിത്യേന ചെല്ലുന്ന ദുആയിലുണ്ടല്ലോ, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ അസ്സമീഉൽ അലീം, വഹുവ അസ്സമീഉൽ അലീം. അതേപോലെ തന്നെ അഊദു ബില്ലാഹി സമീഉൽ അലീം മിൻ ഹമസിഹി വനഫ്ഖിഹി വനഫസിഹി എന്ന് പറഞ്ഞില്ലേ. അതേപോലെ അങ്ങനെ ചില ദുആകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്, സമീഉൽ അലീം. തയ്യിബ് ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗല ദുആ ഇല്ലാതെ അള്ളാഹിൻ്റെ പരിഗണന ഉണ്ടാവില്ല. നമ്മൾ ദുആ ചെയ്യുക തന്നെ വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഉദ്ഊനി അസ്തജിബ് ലക്കും ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിന ദുആ. ദുആ ഇല്ലാത്തവർക്കില്ല. ശരിക്കും അള്ളാഹിനോട് ആത്മാർത്ഥമായി വിനയാന്വിതമായി ദുആ ചെയ്യുകയും അള്ളാഹുവിൽ തവക്കലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ലഭിക്കുള്ളത്. അതാര് ദുആ ചെയ്താലും, അത് മുശ്രിക്കുകൾ വരെ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും. അള്ളാഹു സുബ്ഹാനഹു തആല മുശ്രിക്കുകൾ വരെ അള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കനിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം ബാക്കി. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.